ഒരു 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. കൊട്ടൊന്നുമില്ലാത്ത ബീഫാണേ. അത് കഴുകിയെടുത്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് കട്ടാക്കിയെടുത്തത്. ലാസ്റ്റ് മിക്സി ജാറില്ലേ, അതെടുത്തിട്ട് അതിൽ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നന്നായി അരച്ചെടുക്കണം. പച്ചരച്ച് തന്നെ അരച്ചെടുക്കണം. മൊത്തത്തിൽ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. 2-3 ട്രിപ്പ് ഇട്ടിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ ചെയ്തെടുക്കണം. ക്രഷാക്കി എടുക്കാനൊന്നും പാടില്ല, നന്നായി അരച്ചെടുക്കണം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണേ. 1 വലിയ പീസ് ഇഞ്ചിയും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലും ചെറിയ ഉള്ളി 4-5 എണ്ണം 5-6 വെളുത്തുള്ളിയും ഇതേ മിക്സി ജാറിലിട്ടിട്ട് നന്നായി ചതച്ചെടുക്കണം. ഇത്രയും മതി. മൊത്തത്തിൽ അങ്ങ് ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയില്ലേ, അതുകൂടി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സാക്കി എടുക്കണം. എല്ലാം കൂടി നന്നായി മിക്സ് ആകണം. മൊത്തത്തിൽ അങ്ങ് കുഴച്ചെടുക്കണം. ഇതിൽ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇനി ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഇതിട്ട് കൊടുക്കണം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. 20 മിനിറ്റ് വേവിച്ചെടുക്കണം. നിങ്ങൾക്ക് നോക്കാം 20 മിനിറ്റാണെന്ന്. എനിക്ക് 20 മിനിറ്റാണ് ഉണ്ടായത്. വിസിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണേ. അടിക്കൊന്നും പിടിക്കാതെ നോക്കണം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതിലേക്ക് ഒരു 3 വലിയ ഉള്ളി ചെറിയ ചെറിയ പീസാക്കിയത് കട്ടാക്കിയത് ഇട്ട് കൊടുക്കണം. വലിയ ഉള്ളി തന്നെ ആയിരിക്കണം. ഈ 1/2 കിലോ ബീഫിൻ്റെ കണക്കാണ് ഈ പറയുന്നത്. 1/2 കപ്പോളം മല്ലിയിലും ചെറിയ പീസാക്കിയത് ഇട്ട് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടി നന്നായി മിക്സാക്കി എടുക്കണം. ഇത്രയും മതി. ഈ ബീഫ് മസാല കഴിക്കാൻ വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാം കൂടി കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് പച്ച ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ഇനിയൊരു പാത്രത്തിലേക്ക് 2-3 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയോ വേണ്ടെന്ന് വിചാരിച്ചാൽ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കണം. 1/2 കിലോ ബീഫിന് എനിക്ക് 3 കപ്പ് മൈദ വേണ്ടി വന്നതിന് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ചപ്പാത്തിക്ക് കുഴക്കുന്ന മാതിരി കുഴച്ചെടുക്കണം. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം എണ്ണ കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി കുഴച്ചെടുത്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. നല്ല ടൈറ്റിൽ തന്നെ ഇത് കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ. ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്ന മാതിരി ഒരു ചപ്പാത്തി പലക എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മൈദ തൂക്കി കൊടുക്കാം. എന്നിട്ട് ഇതിൽ നിന്ന് ഓരോ ഉരുളി എടുത്തിട്ട് നമുക്ക് പരത്തി കൊടുക്കാം. നല്ല ടൈറ്റിലുള്ള മാവ് തന്നെ ആകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായി പരത്തി കൊടുക്കാം. നന്നായി പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 2 പീസാക്കിയിട്ട് കട്ടാക്കി കൊടുക്കാം. ഞാൻ ഐസ് ക്യൂബ് ഉണ്ടാക്കുന്ന ആ പാത്രമില്ലേ, അതാണ് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ അത് ഉണ്ടായാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല പെർഫെക്റ്റായി കിട്ടും. സമൂസ മേക്കറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതിൽ നിങ്ങൾ സ്നാക്സ് ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഈ മൈദാമാവ് വെച്ചിട്ടില്ലേ, അത് ഉള്ളിലേക്ക് സ്പേസ് ആക്കി കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് വേണം ബീഫ് മസാല വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഏത് മസാലയായാലും കുഴപ്പമൊന്നുമില്ല. ബാക്കി പകുതി കൂടി വെച്ച് കൊടുത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. സമൂസ മേക്കറിനേക്കാളും നല്ല രസമാണ് ഇത് കാണാൻ വേണ്ടി. നന്നായി പൊങ്ങി വരും. ഇതേപോലെ പരത്തി കൊടുത്തിട്ട് ഇനി ചുറ്റുഭാഗമുള്ളത് മാറ്റി കൊടുത്തിട്ട് നമുക്ക് ഇത് തട്ടിയെടുക്കാം. പെട്ടെന്ന് തട്ടി കിട്ടും. കാരണം നല്ല ടൈറ്റിലല്ലേ കുഴച്ചത്. അതേപോലെ തന്നെ കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതൊന്ന് കട്ടാക്കി കൊടുക്കാം. ഇത് കട്ടാക്കി കൊടുക്കാത്ത ഐസ് ക്യൂബ് വെക്കുന്നതുകൊണ്ട് ഇത് കട്ടാക്കി കൊടുക്കണം. പെട്ടെന്ന് കട്ടായി കിട്ടും. മൊത്തത്തിൽ അങ്ങനെ ചെയ്തെടുക്കണം. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. മൊത്തത്തിൽ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാൻ ലോ ഫ്ലെയിമിൽ ഒരു തവ വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കുക. ഇതെന്തിനാണെന്ന് വിചാരിച്ചാൽ ഞാൻ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്. നോമ്പ് 30 ഇൻഷാല്ലാ പൊരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചൂടാക്കി വെച്ചാൽ ഒട്ടിപ്പിടിക്കില്ല. ഒരുപാട് കാലം കേടുകൂടാതെ നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യണം. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്